ഉൽപ്പാദിപ്പിക്കുന്നു. വീട്ടിലേക്കുള്ളതിന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള കൃഷികൾ മാർക്കറ്റ് ചെയ്യുന്നു. വർഷങ്ങളായി സുഭാഷ് പലേക്കറിന്റെ ജൈവ കൃഷി രീതി പിന്തുടരുന്നു. പശു, ആട്, കോഴി, തേനീച്ച മുതലായവയെ ശാസ്ത്രീയമായി പരിപാലിക്കുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അക്ഷയശ്രീ അവാർഡ് ജേതാവ് ആണ് 1912. ഈ ഉപഹാരം ഏറ്റുമുഖാവുന്നതിനായി എം ജോസഫിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കനായ പ്രിൻസ് ജോസഫ് നെടുമ്പുറം, ശ്രീ സെബാസ്റ്റ്യൻ വർക്കി, പ്രിയമുള്ള കൊച്ചുദേശീയ, പ്രിയമുള്ള ജോസ് മോൻ, സ്റ്റേജിൽ ഉപസ്ഥാപിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിജയമായ കൂട്ടുകൾ. ആദ്യമായിട്ട് നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഈ കൊഴുവനാലെയും മേച്ചി താലൂക്കിലെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമായിരുന്ന ടി വി എബ്രാഹിത്തിന്റെ വേർപാടിൽ ഉള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണ രൂപയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ. ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ്. ജൈവ കർഷക സംഗമമാണ് കൊഴുവനാൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ഇത് സംഘടിപ്പിച്ച പ്രിൻസ് ജോസഫിനെയും അതുപോലെ തന്നെ ഇതിന്റെ സഹായകർ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് കൊഴുവനാൽ പഞ്ചായത്തിനെയും എല്ലാവരെയും ബന്ധപ്പെട്ട സംഘടനകളെയും നേതാക്കളെയും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൈവ കൃഷി, വാസ്തവ ജൈവ കൃഷിയിലേക്ക് എല്ലാവരും തിരികെ വരണം, പ്രകൃതിയിലേക്ക് തിരികെ വരികയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഈ രാസവള പ്രയോഗം കൊണ്ട് നമ്മുടെ മണ്ണിന്റെ പുഷ്ടിമ, അതിന്റെ വളക്കൂറ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയുള്ള ചാരവും ചാണകവും ഒക്കെ നമ്മുടെ പിതാമഹന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ചാരവും ചാണകവും ആയിരുന്നല്ലോ പ്രധാനപ്പെട്ട വളം. അത് എത്രയോ നല്ലതായിരുന്നു. ഇതിനു ശേഷമാണ് രാസവളങ്ങൾ കടന്നു വന്നത്. കൃത്രിമ വളമാണ്. ആ കൃത്രിമ വളം നമ്മുടെ ഭൂമിയുടെ വളക്കൂറ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ജൈവ വളങ്ങളാണ്. ആ ജൈവ വളം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കമ്പോസ്റ്റ് വളമൊക്കെ ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുക. ജൈവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അങ്ങനെ നേരെ മറിച്ച് രാസവളങ്ങൾ ഇട്ട് അല്ലെങ്കിൽ കൃത്രിമ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് ഉള്ള സസ്യ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വിഷമാണ്. പലപ്പോഴും വിഷമാണ് കലർത്ത ഒരു സാധനങ്ങളാണ് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. നേരെ മറിച്ച് ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് ജൈവ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഉത്പാദിപ്പിക്കുന്നുവെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ജൈവ വളം നമ്മുടെ വീടുകളിൽ ഉത്പാദിപ്പിക്കുക, ജൈവ വളം പ്രയോഗിക്കുക, ജൈവ കൃഷി നടത്തുക. ആ നിലയിൽ നമുക്ക് ജൈവ കൃഷിക്ക് കൂടുതൽ പ്രചാരം കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ ജൈവ കർഷക സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെയേറെ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ സംഘാടകരെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ നടക്കുന്ന ചർച്ചകൾക്കെല്ലാം വിജയങ്ങൾ ഞാൻ ആശംസിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗം ആവശ്യമില്ല.